ഗൈസ് ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊരു എലോൺ ചാലഞ്ചാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ അകത്തു വിട്ട് പറയാം. ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിട്ടാണ് എന്നെ കണ്ട ഈ കോലം കണ്ടത് അറിയാൻ പറ്റും. ഭയങ്കര റിസ്ക് എടുത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇത്ര ദൂരം വന്നിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് കൂട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്നെ ഇൻസ്റ്റാഗ്രാം ഫസ്റ്റ് ഫോളോ ചെയ്യാത്ത എല്ലാവരും കൂടി. സോ ഇപ്പം ഇതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ബിൽഡിങ്. അകത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, പുറത്തേക്ക് അത്ര സേഫ് അല്ല. ഞാൻ ഫസ്റ്റ് അകത്തോട്ട് പോവാണ്. അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ മോനെ, എന്താ ബിൽഡിംഗ് അടുത്ത്. ഓ മൈ ഗാഡ്. മൊത്തം മുള്ളാണല്ലോ ഇതുവഴി ഇപ്പോൾ പോകുന്നത്. മൊത്തം മുള്ളായിട്ട് കിടക്കുവാണല്ലോ. അകത്തോട്ട് പോകുന്ന വഴി ഇങ്ങനെ തന്നെ ആണ്. ഇതുവഴിയാണ് പോകേണ്ടത്, പക്ഷെ അകത്തോട്ട് കയറേണ്ടത് ഇതാന്ന് തോന്നുന്നു. ഓ മൈ ഗാഡ്, എൻ്റെ ദൈവം തമ്പുരാനെ, എന്തോന്നിത്. ഓ വവാലൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം മുള്ള ഇവിടെ. പച്ചി, എൻ്റെ ദൈവമേ. ഓ എന്തൊരു ബിൽഡിങ് ഇത്. അമ്പോ, ഇത് ഇടഞ്ഞു കയറിയത് പാമ്പ് വരാണോ? സൗണ്ട് കിട്ടി പകതു. ഓ മൈ ഗോഡ്, ആരത്? എന്തുവാ കയറിപ്പോയത്? പക്കത്തോട്ടൊന്ന് കയറിപ്പോയി ഇങ്ങോട്ട്. ബ്ലറാവുന്നു. ആരത്? ഹലോ, ഇത് ബ്ലറാവുന്നേ. ഹലോ, ഇവരവിടെ എന്തോന്ന് കണ്ടു ഞാനിപ്പോ. എൻ്റെ ദൈവം നമ്പുരാനെ. ഓ മൈ ഗാഡ്. ഞാനിപ്പോൾ അവിടെ ഒന്ന് കണ്ടായിരുന്നു നിങ്ങളെ. ആരത്? എൻ്റെ ദൈവമേ. അവിടെ എന്തോ ഒന്ന് കണ്ടു, നിഴല് കൂട്ട്. ജെറ്റ് വാണം വിട്ടുകൂട്ടിട്ട് പോക്ക് പോയത് അങ്ങോട്ട്. ക്യാമറ ഉണ്ട് ഇവിടെ ബ്ലറാവുന്നു എനിക്ക്.
ആരത്? ഇവിടുത്തെ ആ ഒരു ആത്മാവാണ് ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പ്രാവും വവ്വാലും എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. നിങ്ങളാണോ ആ സൗണ്ട് ഉണ്ടാക്കിയത്? ഇപ്പോൾ ഇവിടെ ഒരു രൂപത്തെ കണ്ടായിരുന്നു. അത് രൂപമാണോ എന്തോ എനിക്കറിയില്ല. ഒരു സംഭവത്തെ കണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഏയ് എന്തോ ഒരു സൈലൻസ് ആണ്. ആ സൈലൻ്റാണ് നമ്മളെ ഒരുമാതിരി എന്തോ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നൊരു ഫീൽ. ഹലോ, ആണിയൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു. ഹലോ, ഹലോ. ഡോറി പാടില്ല ഇവിടെ. ഓ മൈ ഗോഡ്, ആരത് ഇവിടെ? ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്ന തൊട്ടപ്പുറത്തു നിന്ന്. ഹലോ, ഓ ഓ മുള്ളു കൊണ്ട് കയറി. ആരത്? പ്രാവ് കുറേ. ഓ വന്നപ്പോ തന്നെ ചോര. സൂപ്പർ. ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നോ? ഓ മൈ ഗാഡ് ഗൈസ്, ഇപ്പൊ ഈ ചാനൽ പാടിയായിരുന്നു. ഇതുണ്ട്. ആരത്? എന്റെ ദൈവമേ, ഒരേ സമയം ഇപ്പുറത്ത് അപ്പുറത്ത് സൗണ്ട് കേൾക്കുന്നു. ഞാനാണെങ്കിൽ പോയിട്ട് എൻ്റെ ബാഗൊക്കെ വെളിയിരിക്കുകയാണ്. ഒരു സെക്കൻഡറി ക്യാമറ കൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വരെ ഓടി. ഹായ് ഗായ്സ്, പുതിയ ഗോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം വലിയൊരു കെട്ടിടം തന്നെയാണ്. ഈ ഒരു കെട്ടിടത്തിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുന്ന കുറേ പേരുണ്ട്. അവരെല്ലാം തന്നെ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോ കുറേ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്ന് ഈ ഒരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് പറയാൻ സമ്മതിക്കുമോ? കോപ്പ്. ഇന്ന് ഈ ഒരു ബിൽഡിംഗ് എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബിൽഡിംഗ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് ഈ EV, അതായത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കറണ്ടിൻ്റെയൊക്കെ KECBയുടെ നമ്മുടെ കേരളത്തില്ല, ഇവിടെ വേറെയാണ്. സോ അതിൻ്റെ വർക്ക് ചെയ്യുന്ന വലിയൊരു ഓഫീസായിരുന്നു. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വന്നിട്ട് സൂസൈഡ് ചെയ്ത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയൊരു കിണറുണ്ട്. സോ അത് ചാടി സൂസൈഡ് ചെയ്ത് മരിച്ചത്. അതിനുശേഷം വന്നിട്ട് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് അബണ്ടർ ആകുകയായിരുന്നു. അബണ്ടർ കാരണം
എൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ആവുന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൽ അതിനുശേഷം പല രീതിയിലുള്ള അബ്നോർമൽ ആക്ടിവിറ്റീസ് വന്നിട്ട് നടക്കാൻ തുടങ്ങി. അതാണ് ഒരു മെയിൻ കാരണം, ഈ ബിൽഡിംഗ് അബണ്ടർ ആവാനുള്ള കാരണം. സോ ഇപ്പോൾ ഈ ബിൽഡിംഗ് അവസ്ഥ ഇതാണ്. ഞാനാണ് ഈ വീഡിയോ എലോൺ ചാലഞ്ച് ആയിരിക്കും. നജീബ് കൂടെ ഇല്ല, കാരണം അവൻ വന്നിട്ട് കഴിഞ്ഞ സീരീസിൽ ജിൻ ഷൈത്താൻ സീരീസിൽ വന്നിട്ട് ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇത് താഴെ വീണായിരുന്നു. അന്ന് അവൻ്റെ കാലിൽ പരിക്കേറ്റത് ഇതുവരെ റെഡി ആയിട്ടില്ല. സോ അങ്ങനെ നജീബ് വന്നിട്ട് വേറൊരു ഗിവ് മേടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ മാത്രമുള്ള ഒറ്റയ്ക്ക് ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു എലോൺ ചാലഞ്ച് വീഡിയോ ആയിരിക്കും. എത്ര സമയം എനിക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് യാതൊരു പിടുത്തമില്ല. കാരണം ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കാം. നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടു. പക്കാ സൈലൻ്റ്. സോ ഇടയ്ക്കിടയ്ക്ക് പ്രാവിൻ്റെ വവ്വാലിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്, കൂടാതെ എക്സ്ട്രാ സൗണ്ടുകൾ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ വന്നിട്ട് ഈ ഒരു ആംഗിളിൽ വന്നിട്ട് ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു ക്യാമറയുണ്ട്. സോ മാക്സിമം കവർ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് തരാൻ പറ്റുന്ന ബെസ്റ്റ് ഞാൻ തരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. ഈ ഒരു വെപ്രാളത്തിൽ സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയം നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, 2 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും വിയർക്കുന്നുണ്ട്. എന്താ അറിയത്തില്ല, ഈ ബിൽഡിംഗ് കയറിയപ്പോൾ തൊട്ട് ശരിക്കും വിയർക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് വന്നിട്ട് ഫുൾ കവർ ആവുന്നുണ്ട്. ബിൽഡിംഗ് ഏകദേശം മൊത്തം കവർ ആവുന്നുണ്ട്. ബാക്കി നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഹലോ ഗൈസ് വന്നിട്ട് എക്സ്ട്രീം ലെവലിൽ ക്രീപ്പി സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് വന്നിട്ട് ഈ ബിൽഡിങ്ങിനകത്തൊരു വവ്വാലും പ്രാവുകളും ഉണ്ട്. അതാണ് എനിക്കത്. പ്രാവ് എങ്ങനെ അത് ചിലപ്പോൾ കാണാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ പോയേക്കുന്ന ബിൽഡിങ്ങിലും പ്രാവിനൊന്നും കണ്ടിട്ടില്ല. വവ്വാലിനെ കണ്ടിട്ടുണ്ട്, പ്രാവിനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, നമുക്ക് വന്നിട്ട് പതിയെ ഫുൾ കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഹലോ, ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടായിരുന്നു, നിങ്ങളുടെയാണത്? അവിടെ നിന്ന് സൗണ്ട് ആയിരുന്നു. ഹലോ, സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് ഇവിടുന്ന് എൻ്റെ ദൈവമേ. മൊത്തം മുള്ളാണ്, ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. ആരാ അപ്പുറത്തുള്ളത്? ഹലോ, എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, ഇതെന്ത് ഭാഗ്യം ഇത്. ആരത്?